ഈ നാട്ടിൽ അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ നാട്ടിൽ അടുത്തിടെ നടന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പെട്ടെന്നൊരു ചർച്ച കൊണ്ടുവരാനായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ UDF രാഷ്ട്രീയം പഠിച്ച നാട്ടിൽ അത് വർഷങ്ങളായുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ ചായക്കടയിലൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യും പോലെ ചർച്ച ചെയ്യേണ്ട എന്തോ പരിപാടിയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സഭാ സമ്മേളനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ അവരെ കുറ്റം പറയാനും പറ്റില്ല. ഒരു ആവേശത്തിന് അടിയന്തര പ്രമേയം എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ സമ്മതിക്കാൻ പാടുള്ളൂ. പറയേണ്ട താമസം ഉടനെ ചർച്ച ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞ പ്രതിപക്ഷം എന്ത് ചെയ്യും? ഇപ്പൊ ആര് TVയും പത്രവും ഒക്കെ എടുത്താലും ആദ്യം വരുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരു ലോഡ് പീഡന പരാതികളും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വോയിസ് ക്ലിപ്പുകളും ഒക്കെയാണ്. 2 ആഴ്ച മുമ്പുള്ള വാർത്ത നോക്കിയാൽ വയനാട്ടിൽ വീട് കൊടുക്കാം എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്, വീണ്ടും പുറകോട്ട് പോയ വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ, അങ്ങനെ അടുത്തിടെയുള്ള വാർത്തകളിലും UDF പ്രതിപക്ഷത്ത് തന്നെയാണ്. അപ്പൊ അവർക്കുള്ള ഏക കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞാൽ സഭാ സമ്മേളനം വരുമ്പോൾ അടിയന്തര പ്രമേയം കൊണ്ടുവരിക. അപ്പൊ അത് സർക്കാർ അനുവദിക്കില്ല. അപ്പൊ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക, സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറ്റം പറയുക, 4 ബൈറ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് പരിപാടി. പക്ഷെ എന്താണെന്നറിയില്ല, ഇവരെന്ത് വിഷയം അടിയന്തര പ്രമേയത്തിന് വെച്ചാലും സർക്കാർ അതങ്ങ് അപ്രൂവ് ചെയ്യും. ആയിക്കോട്ടെ, നിങ്ങളുടെ വിഷയം സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യാം എന്ന്. പെട്ടില്ലേ? പാവം പിടിച്ച പ്രതിപക്ഷം പിന്നെ ഓടി നടന്ന് 5-6 വർഷം മുമ്പുള്ള ഓരോന്ന് പൊക്കിക്കൊണ്ടുവരും. ഇത് മുമ്പുള്ളതല്ലേ എന്ന് LDF MLA ചോദിച്ച ഉടനെ ഉത്തരം മുട്ടി എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോക്ക്, സമരം, സത്യാഗ്രഹം. സിനിമയെ കാണുന്ന അയ്മനം സിദ്ധാർത്ഥൻ ടാക്ടിക്സ് വെച്ചാണ് മുഴുവൻ പ്രതിപക്ഷം തന്നെ ഓടുന്നത് എന്ന് മനസ്സിലായല്ലോ. പോലീസിന്റെ 1-2 വീഴ്ചകൾ എടുത്തുകാട്ടി മൊത്തത്തിൽ നാട്ടിലെ ക്രമസമാധാനം തകർന്നു കിടക്കുകയാണ് എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവിന് നെഹ്റുവിന്റെ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള പോലീസിന്റെ സ്നേഹം എടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രി നൈസായിട്ട് സൈഡാക്കി. അതോടെ എന്തൊക്കെയോ മോഹങ്ങളുമായിട്ട് സഭയുടെ പടി ചവിട്ടിയ സതീശൻ ആൻഡ് കോ തൽക്കാലത്തേക്ക് മടങ്ങി. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ, എത്രയൊക്കെ കിട്ടിയാലും തളരാത്ത ആ മനസ്സുണ്ടല്ലോ. കേരളത്തിലെ കോൺഗ്രസിന്റെ ആ നിശ്ചയദാർഢ്യമാണ് ശരിക്കും 10ാം ക്ലാസ് എഴുതുന്ന പിള്ളേർക്കൊക്കെ ആവശ്യം. എവിടുന്നൊക്കെ എന്തൊക്കെ കിട്ടിയാലും തളരരുത്. അടിയന്തര പ്രമേയവും കൊണ്ടുവന്ന് മുട്ടുമടക്കി പോവേണ്ടി വന്ന പ്രതിപക്ഷത്തിന്റെ ദാരുണമായ അവസ്ഥയുടെ ട്രോളുകളും റീലുകളുമാണ് സോഷ്യൽ മീഡിയ നിറയെ. എന്നിട്ട് നേരം വെളുക്കുമ്പോഴുള്ള പത്രങ്ങളുടെ സമീപനം കണ്ട സർക്കാർ താഴെ വീഴുമെന്ന് തോന്നിപ്പോകും. പ്രതിപക്ഷം ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങി സഭയിൽ പ്രതിപക്ഷത്തിന്റെ 16 അടിയന്തരം എന്നൊക്കെയായിരുന്നു ചാനലുകളുടെ പോലും വിലയിരുത്തൽ. പക്ഷെ നേരം വെളുത്തപ്പോൾ മുഖ്യധാര മലയാള പത്രങ്ങളുടെ നിലപാട് മാറി. അപ്പൊ പിന്നെ പ്രതിപക്ഷത്തിന് കുറ്റം പറയാനും പറ്റില്ല. 5 വർഷം മുമ്പുള്ള വിഷയം കൊണ്ട് അടിയന്തര പ്രമേയത്തിന് ഒന്ന് തോറ്റു മടങ്ങിയാലും നിയമസഭയിൽ സർക്കാരിനെ മുട്ടുകുത്തിച്ച് പ്രതിപക്ഷം എന്ന് തലക്കെട്ടടിക്കാൻ നാട്ടിലെ ആളുള്ളപ്പോൾ ഇനിയും വരാലോ ഫിനിക്സ് പക്ഷിയൊക്കെ പോലെ.